കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് നേടി ഭരണകക്ഷിയായ കോൺഗ്രസിലെ അംഗം വിജയിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാധാമണി രാജനാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെയും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയോടെയാണ് കോൺഗ്രസിലെ മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാധാമണി രാജൻ വിജയിച്ചത്. 4 അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിന് 2, സിപിഎമ്മിന് 1, ബിജെപിക്ക് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഭരണകക്ഷിയായ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് റസീന ബദറിനെയായിരുന്നു. എന്നാൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന രാധാമണി രാജൻ വിമതയായി മത്സരിക്കുകയായിരുന്നു. രാധാമണി രാജന് സ്വന്തം വോട്ടും ബിജെപി അംഗത്തിന്റെ വോട്ടും ചേർത്ത് 2 വോട്ടും, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന റസീന ബദറിന് സ്വന്തം വോട്ട് മാത്രവും, സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന എസ് നസീമിന് സ്വന്തം വോട്ടായ 1 വോട്ടും മാത്രമാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ ആകെ 17 സീറ്റിൽ കോൺഗ്രസിന് 7, സിപിഎമ്മിന് 6, ബിജെപിക്ക് 4 എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസിലെ ഷാനി കുരുമ്പോലിന് ആദ്യ 2.5 വർഷവും രാധാമണി രാജന് പിന്നീടുള്ള 2.5 വർഷവും പ്രസിഡന്റായി നൽകിയായിരുന്നു ആദ്യ ധാരണ. എന്നാൽ പിന്നീടുണ്ടായ ധാരണ പ്രകാരം കോൺഗ്രസിലെ ഹരി കോട്ടിരേത്തിന് പ്രസിഡന്റായി 1 ഊഴം നൽകി. കഴിഞ്ഞ ആഴ്ചയാണ് ഹരി കോട്ടിരേത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹരി കോട്ടിരേത്തിന് ഊഴം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു രാധാമണി രാജൻ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഹരി കോട്ടിരേത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനെ തുടർന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അതേസമയം താൻ പാർട്ടിയെ അവഗണിച്ചിട്ടില്ല എന്നും പാർട്ടി വിരുദ്ധമായ നീക്കം താൻ നടത്തിയിട്ടില്ല എന്നും നേതാക്കൾ കൃത്യസമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാൻ തയ്യാറാകാഞ്ഞതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും രാധാമണി രാജൻ പ്രതികരിച്ചു. ഇത് പാർട്ടിയെ ദോഷം ചെയ്യാനോ പാർട്ടിക്ക് വിരുദ്ധമായിട്ടുമല്ല, നേതാക്കൾക്കിടയിലുണ്ടായ ആ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാതെ പോയതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇന്നീ വന്ന നിലപാട്. 25 കാലയളവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നായിരുന്നു. 2.5 വർഷം എങ്കിലും 2.5 വർഷം ഷാനി കുരുമ്പോളിൽ നിന്നുള്ള ഒരു വ്യവസ്ഥ പ്രസിഡന്റ് സ്ഥാനത്തിന് വെച്ചിരുന്നു. എന്നാൽ അതെല്ലാം വ്യതിചലിച്ചുകൊണ്ട് വീണ്ടും 14 മാസക്കാലം പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തരികയും 2.5 വർഷക്കാലം ഷാനിക്ക് കൊടുക്കുകയും ബാക്കിയുള്ള സമയം ശ്രീഹരി കോട്ടിരത്തിന് കൊടുക്കുകയുണ്ടായി. ശ്രീഹരി കോട്ടിരത്തിന് 4 വർഷത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടുകയും ചെയ്തു. ആ പുതിയതായിട്ട് വന്ന ഒരാൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുകയും 24 വർഷം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച എനിക്ക് യാതൊന്നുമില്ലാതെ ഇരിക്കേണ്ട ഇതിലോട്ട് വരികയും ചെയ്തു. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശ്രീഹരി കോട്ടിരത്ത് മാറിയ സ്ഥാനത്തേക്ക് ഞാനാണ് വരേണ്ടത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപി രാധാമണി രാജനെ പിന്തുണച്ചത് കോൺഗ്രസിനെയും സിപിഎമ്മിനെയും ഒരുപോലെ എതിർക്കുന്നവരെ സഹായിക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണെന്ന് ബിജെപി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവും ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗവുമായ പാറയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസും സിപിഎമ്മും തമ്മിലുള്ള അവിശുദ്ധ ഭരണമാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിജെപി എടുത്ത നിലപാട് കൃത്യമാണ്. കോൺഗ്രസിനെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി റസീന ബദറായി. ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ശ്രീമതി രാധാമണി രാജനാണ് ബിജെപി വോട്ട് ചെയ്തത്. സിപിഎമ്മിൻ്റെ സ്ഥാനാർത്ഥി വേറെയുണ്ട്. സിപിഎമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബിജെപിയുടെ നിലപാട്. കോൺഗ്രസ് സിപിഎം അവിശുദ്ധ കൂട്ടുകെട്ട് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലും ദൃശ്യമാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയോടെ കോൺഗ്രസിന്റെ മെമ്പർ വിജയിച്ചതിൽ അത്ഭുതപ്പെടാനില്ലെന്നും ഇവിടെ കോൺഗ്രസ് ബിജെപി ബന്ധം മുൻപും പ്രകടമായിട്ടുണ്ടെന്നും സിപിഎം പാർലമെന്ററി പാർട്ടി നേതാവും സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് നസീം പറഞ്ഞു. കൃഷ്ണപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് വലിയ പുത്തിരിയല്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായില്ല. 2 ബിജെപി പ്രമുഖരുള്ളപ്പോൾ ബിജെപിയുടെ സപ്പോർട്ടോടുകൂടി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഭരിക്കാൻ അവർ തീരുമാനിച്ചത്. അന്ന് സിപിഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം പഞ്ചായത്തിൻ്റെ മുൻപിൽ സംഘടിപ്പിച്ചപ്പോഴാണ് KPCC നേതൃത്വം ഇടപെട്ട് രാജിവെപ്പിച്ചത്. ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം
വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു 8 മാസം കൂടി കഴിയുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് BJPയും കോൺഗ്രസുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ വരികയാണ്. ഏതായാലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ സംഭവവികാസങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. രാധാമണി രാജനെ തള്ളണോ കൊള്ളണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വം. CDNet ന്യൂസ്, കായംകുളം.